ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റിനൂസ് ഡയറിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ള റെസിപ്പി വീഡിയോ ആയിട്ടൊന്നുമല്ല, ഒരു കുഞ്ഞു ഈവനിങ് വ്ളോഗാണ്. അതിന് മാത്രം പ്രിപ്പയർഡ് ആയിട്ടുള്ള എടുത്തതൊന്നുമല്ല. ഉച്ചക്ക് ഭക്ഷണം കഴിച്ച് കാണുന്ന ഇങ്ങനെ ഇരിക്കുമ്പോൾ അനിയൻ കോഴി കൊണ്ടുവന്നാൽ ചുടുവോ ചോദിച്ചപ്പോൾ പിന്നെ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. പിന്നെ അതിങ്ങനെ ചെയ്യുന്നതിനിടയിലാണ് വീഡിയോ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചത്. അങ്ങനെ പിന്നെ വീഡിയോ എടുത്താൽ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം. അപ്പോൾ അനിയൻ കോഴി ചുടുമ്പോഴേക്ക് എത്തോ ഇല്ലയോ ഒന്നും അറിയില്ല എന്ന് പറഞ്ഞിട്ട് അതിന് വേണ്ടിയിട്ടുള്ള അടുപ്പൊക്കെ റെഡിയാക്കി തരികയാണ്. അവനത് ഗ്യാപ്പൊക്കെ ഇങ്ങനെ വെട്ടുകല്ലിൽ വെച്ചിട്ടാണ് അടുപ്പ് റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിന് ഗ്യാപ്പിലൂടെ ചൂടൊന്നും പോവാതിരിക്കാൻ വേണ്ടിയിട്ട് മണ്ണൊക്കെ കുഴച്ച് തേമ്പി തന്നിട്ട്, തേമ്പ് പറഞ്ഞിങ്ങനെ ഗ്യാപ്പൊക്കെ അടക്കൂലേ, അതാട്ടോ ഉദ്ദേശിച്ചത്. അങ്ങനെയൊക്കെ ചെയ്ത് തന്നിട്ടുണ്ട്. ഇനി ചിക്കൻ മസാല ഒക്കെ തേച്ച് പിടിപ്പിക്കാനുണ്ട്. അതിന് ചിക്കനൊക്കെ നന്നായി കഴുകി ക്ലീൻ ചെയ്ത് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ചെറുതായിട്ട് മസാല ഒക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്കുള്ള മസാല ഒക്കെ റെഡിയാക്കി ഒന്ന് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കട്ടെ. കൈ വെച്ചിട്ടാണ് ഞാൻ മസാല തേക്കുന്നത്. അപ്പോൾ കൈ എരിയാതിരിക്കാൻ വേണ്ടിയിട്ട് കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ തേച്ച് കൊടുത്തിട്ടുണ്ട്. മസാല റെഡിയാക്കുന്നത് ഞാൻ ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ കാണിച്ചിട്ടില്ല. അൽഫാം ഉണ്ടാക്കുന്ന ഒരു വീഡിയോ അതിന് മുമ്പേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മസാല എങ്ങനെ തയ്യാറാക്കുക എന്ന് ആവശ്യമുള്ളവർക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ വേണമെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ അന്ന് ഞാൻ അത് ചെയ്തത് ഇലക്ട്രിക് ഓയിൽ വെച്ചിട്ട് അതിലാണ് കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ സാധാ നമ്മൾ ഇലക്ട്രിക് ഓയിലൊന്നും ഇല്ലാതെ ഇങ്ങനെ കനൽ വെച്ചിട്ട് ആ ഒരു രീതിയിലാണ് ചുട്ടെടുക്കുന്നത്. ഇനി കോയിലൊന്നും ഇല്ലാത്തവർക്ക് ഓവനും ഇതൊന്നും ഇല്ലാതെ തന്നെ ഇതേപോലെ ഈ രീതിയിലൊക്കെ ഒന്ന് ഇത് തയ്യാറാക്കി നോക്കാം. അപ്പോൾ നിങ്ങളത് എങ്ങനെയെന്നുള്ളതൊക്കെ ഒന്ന് കണ്ടു നോക്കുക. ഇങ്ങനെ ചിക്കനിൽ നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിച്ചതിന് ശേഷം കുറച്ച് സമയം എന്തായാലും വെക്കണം. അപ്പോൾ ഇത് മസാലയൊക്കെ തേച്ച് ഫ്രിഡ്ജിൽ കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. ഇതുപോലെ എരിവുള്ള മസാലകളൊക്കെ കൈ വെച്ചിട്ടാണ് നമ്മൾ തേക്കുന്നതെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ കയ്യിൽ കുറച്ച് എണ്ണ തടവി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിതുപോലത്തെ മസാലയൊക്കെ തട്ടിയിട്ട് കയ്യിനുള്ള ഒരു നീറ്റലുണ്ടല്ലോ, അത് ഒഴിവായി കിട്ടും. വൈകിട്ട് ചിക്കൻ ചുടുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ പിന്നെ എല്ലാവർക്കും രാത്രിയിൽ ചോറ് വേണ്ട, ചപ്പാത്തി മതി എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ചപ്പാത്തി തയ്യാറാക്കാമെന്ന് കരുതി. അപ്പം ചപ്പാത്തിക്കുള്ള മാവൊന്ന് കുഴച്ചെടുക്കുകയാണ്. ചുടുവെള്ളം വെച്ചിട്ടാണ് കേട്ടോ ചപ്പാത്തിക്ക് കുഴച്ചെടുക്കാറുള്ളത്. അപ്പോൾ അതൊന്ന് റെഡിയാക്കി എടുക്കട്ടെ. ചപ്പാത്തിൻ്റെ മാവൊക്കെ റെഡിയാക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇവിടെ എന്താ പരിപാടി എന്നൊന്ന് വന്ന് നോക്കിയതാണ്. മോൾക്ക് കുറേ നോട്ട്സ് കംപ്ലീറ്റ് ആക്കാനുണ്ട്. ഇതിടയ്ക്കൊന്ന് വന്ന് നോക്കിയിട്ടില്ലെങ്കിൽ നോട്ട് എഴുതാൻ ഏൽപ്പിച്ചതിനിടയിൽ വേറെ പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ ഇടയ്ക്കൊന്ന് വന്ന് നോക്കണം. ഓൺലൈൻ ക്ലാസ് തുടങ്ങിയ ആ ഒരു ടൈമിൽ നല്ല ഇൻട്രസ്റ്റിൽ അതിങ്ങനെ നോട്ടൊക്കെ നല്ല കംപ്ലീറ്റ് ആക്കി അതിൻ്റെ ടൈമിൽ കറക്റ്റായിട്ട് ചെയ്തിരുന്നത്. ഇപ്പോൾ കുറച്ച് ടൈം കഴിഞ്ഞപ്പോൾ അവർ ഇൻട്രസ്റ്റൊക്കെ പോയിക്കണം. ഇപ്പോൾ ഇടയ്ക്ക് നമ്മളിങ്ങനെ നിർബന്ധിക്കണം, എന്നാലേ നോട്ടൊക്കെ കറക്റ്റായിട്ട് എഴുതുള്ളൂ. അപ്പോൾ അതിനെ ഏൽപ്പിച്ചു കൊടുത്തതാണ്. ഇടയ്ക്കൊന്ന് വന്ന് നോക്കിയിട്ടില്ലെങ്കിൽ അതിനിടയിൽ കളിക്കാനൊക്കെ പോയിട്ടുണ്ടാവും. അവരെ പറഞ്ഞിട്ടും കാര്യമില്ല. ഇവിടെ അവളെ കളിക്കാനില്ലാത്ത കാരണം ഇവിടെ ഒറ്റയ്ക്ക് ഒരാൾ കളിക്കുന്നുണ്ട്. അമ്മായിൻ്റെ മകളാണ്. നിങ്ങൾ ചില വ്ളോഗിലൊക്കെ ഇവളെ കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ അവളെ അമ്മ ഇല്ല, അവരെ വീട്ടിൽ പോയതാണ്. ഇവൾ ഒറ്റയ്ക്ക് ഇങ്ങോട്ട് വന്നതാണ്. ഇവിടെ എൻ്റെ മകൾ ഒറ്റയ്ക്കായപ്പോൾ എല്ലാവരും വിരുന്ന് പോയി അവൾ ഒറ്റയ്ക്കായിട്ട് ഇവളെ ഇങ്ങോട്ട് തിരിച്ച് വിളിച്ചതാണ്. അപ്പോൾ ഇവൾ ചോറും കൂട്ടാനൊക്കെ വെച്ചുള്ള പരിപാടിയാണ്. ഇനി കുറച്ച് ചെടികളുണ്ട് വെച്ച് പിടിപ്പിച്ചിട്ട് അതൊന്ന് നനച്ചു കൊടുക്കട്ടെ. കൂടുതലായിട്ട് ചെടികളൊന്നുമില്ല, കുറച്ചേ ഉള്ളൂ. ആദ്യം തന്നെ കൂടുതൽ ചെടികൾ വാങ്ങിച്ച് ഒന്നിച്ച് പിടിപ്പിച്ചിട്ട് നോക്കി എത്താൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ കുറച്ച് ചെടികൾ തന്നെ വെച്ചിട്ടുള്ളൂ. പിന്നെ ഇത് 2-3 ഹാങ്ങിങ് പ്ലാന്റ്സും ഉണ്ട്. അത് തൂക്കിയിട്ടിട്ടൊന്നുമില്ല, ജസ്റ്റ് വെച്ചു കൊടുത്തിട്ടുള്ളൂ. അത് നന്നായിട്ട് വളർന്നതിന് ശേഷം തൂക്കിയിടാന്ന് കരുതി താഴെ തന്നെ വെച്ചതാണ്. വാഴ നനക്കുന്ന വീഡിയോയും കൂടെ ഒന്ന് ഉൾപ്പെടുത്താലോ എന്ന് കരുതിയിട്ട് ക്യാമറ ആയിട്ട് ഇങ്ങനെ വന്നപ്പോഴേ സൂര്യപ്രകാശം ഇങ്ങനെ മരത്തിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ വരുന്നത് ഇങ്ങനെ ക്യാമറേൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ കാണുമ്പോൾ നല്ല ഭംഗി. അപ്പോൾ ഇൻട്രോ പറയുമ്പോഴേ വെറുതെ ഒന്ന് കാണിക്കാലോ എന്ന് കരുതി ഒന്ന് ഷൂട്ട് ചെയ്തതാണ്.
വാഴ നനക്കുന്ന വീഡിയോ ഒന്നുമല്ല അപ്പം ഞാൻ എടുത്തത്. ഇവിടെ ഒരാൾ ഭയങ്കര ഒരു ശ്രമത്തിലാണ്. ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കലൊക്കെ നിർത്തി ഇവിടെ എത്തിയിട്ടുണ്ട്. ബ്രദറിൻ്റെ മോൾ ഈ ഒരു മരത്തിൽ ഇതുപോലെ കൈവച്ചിട്ട് ഇങ്ങനെ തൂങ്ങിയിട്ട് നന്നായിട്ട് ഊഞ്ഞാലാടും. അത് കണ്ടിട്ട് ഇവൾ അതേപോലെ ചെയ്യാൻ പറ്റുമോ നോക്കുകയാണ്. എന്തായാലും അവളെ ശ്രമം വിജയിച്ചിട്ടുണ്ട്. ഞാൻ ഇതുപോലുള്ള വ്ളോഗ്സ് ഷെയർ ചെയ്യുന്നതാണോ അതോ കുക്കിംഗ് വീഡിയോസ് ഷെയർ ചെയ്യുന്നതാണോ നിങ്ങൾക്കൊക്കെ ഇഷ്ടം എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കണം കേട്ടോ. ചിക്കൻ ചുടാൻ വേണ്ടിയിട്ട് അടുപ്പിൽ കുറച്ച് പ്രിപ്പറേഷൻസും കൂടെ ചെയ്യാനുണ്ട്. ഇതിലേക്ക് കുറച്ച് കരി ഇട്ട് കൊടുക്കുക. ഇത് ചിക്കൻ ചുടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു കരിയൊന്നുമല്ല. മുമ്പ് ബക്കറ്റ് ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വിറക് കത്തിച്ചുള്ള കരി ഉമ്മ കുറച്ച് ചാക്കിലെടുത്ത് വെച്ചതാണ്. അതൊന്ന് ഇതിലിട്ട് കൊടുക്കണം. ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് ചിരട്ട വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കുന്നത്. അപ്പോൾ ആ ഒരു ചൂടന്നെ മതി. ഇത് മണ്ണ് നനച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ തേച്ച് കൊടുത്തതുകൊണ്ട് അതിൻ്റെ ഒരു നനവ് ചുടുമ്പോൾ വേണ്ടാന്ന് കരുതിയിട്ട് ആദ്യം അതിൽ കുറച്ച് കരി ഇട്ട് കൊടുത്തതാണ്. അങ്ങനെ ഇട്ട് കൊടുക്കാൻ നിർബന്ധമൊന്നുമില്ല, നന്നായിട്ട് ചൂട് നിന്നോട്ടെ എന്ന് കരുതിയിട്ട് അതുണ്ടായപ്പോൾ ഇട്ട് കൊടുത്തതാണ്. ഇനി ഇത് കത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ചിരട്ടൊക്കെ ഒന്ന് എടുത്ത് കൊണ്ടുവരട്ടെ. നേരത്തെ ചപ്പാത്തിൻ്റെ മാവൊക്കെ കുഴച്ച് വെച്ചിരുന്നല്ലോ, ഇനി അതൊക്കെ ഒന്ന് പരത്തി ചുട്ടെടുക്കാനുണ്ട്. അപ്പോൾ ഞാൻ പരത്തി കൊടുക്കുന്ന സമയം കൊണ്ട് ഉമ്മ അപ്പുറത്ത് ചപ്പാത്തി ചുടുന്നുണ്ട്. സാധാരണ ഉപ്പാക്ക് മാത്രമേ ചപ്പാത്തി ഉണ്ടാക്കാറുള്ളൂ, അപ്പോൾ കുറച്ചുണ്ടാവാറുള്ളൂ. അത് വേഗം ഗ്യാസ് സ്റ്റൗവിൽ കുറച്ചുള്ളതുകൊണ്ട് ഗ്യാസ് സ്റ്റവ് ചുടുന്നപ്പോൾ എല്ലാവർക്കും ചപ്പാത്തി പറഞ്ഞപ്പോൾ കുറച്ച് അധികം എണ്ണ ഉണ്ട്. അപ്പോൾ വിറകടുപ്പിൽ വെച്ചിട്ട് തന്നെയാണ് ചപ്പാത്തി ചുട്ടെടുക്കുന്നത്. കൂടുതലുള്ളപ്പോൾ ഇതേപോലെ വിറകടുപ്പിൽ വെച്ചിട്ടാണ് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കാറുള്ളത്. കുറച്ചുള്ളപ്പോൾ മാത്രം ഗ്യാസ് സ്റ്റൗവിൽ ഉണ്ടാക്കാറുള്ളൂ. പിന്നെ ഞങ്ങൾ ചപ്പാത്തി ഉണ്ടാക്കുമ്പോഴേ എപ്പോഴും എണ്ണ ആക്കിയിട്ടാണ് ചപ്പാത്തി ചുടാറുള്ളത്. കൂടുതലായിട്ട് എണ്ണ തേച്ച് കൊടുക്കുന്നില്ല. നമ്മൾ നീർദോശയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഒന്ന് തടവി കൊടുക്കുമല്ലോ ദോശച്ചട്ടിയിൽ, അതുപോലെ ജസ്റ്റ് ഒന്ന് കുറച്ച് മാത്രം ചട്ടിയിൽ എണ്ണ തടവി കൊടുത്തിട്ട് അതിലിട്ടിട്ട് ചുട്ടെടുക്കും. അങ്ങനെ ആവുമ്പോഴേ കറിയൊന്നും ഇല്ലാതെ ചപ്പാത്തി ഒറ്റയ്ക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ എണ്ണ ആക്കി ചപ്പാത്തി ചുടുന്ന ഒരു റെസിപ്പി മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി കാണാൻ ആഗ്രഹമുള്ളവർക്ക് അതിൻ്റെ ലിങ്കും കൂടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അങ്ങനെ ഞാനിവിടെ ക്ലീൻ ആക്കുന്ന സമയത്ത് ഇതാ ചപ്പാത്തി പരത്തുന്ന റിഹേഴ്സലൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. ഞാൻ വീഡിയോ ഓൺ ചെയ്തിട്ട് വെച്ചതാണ്, അപ്പോൾ പിന്നെ ഈ ഒരു ഇത് കട്ട് ചെയ്ത് കളഞ്ഞിട്ടില്ല. ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് കൂടുതലും മക്കളൊക്കെ എൻ്റെ കൂടെ തന്നെ ഉണ്ടാവാറുണ്ട്. എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അവർക്ക് കട്ട് ചെയ്ത് കളയാറാണുള്ളത്. ഇത് പക്ഷെ എന്തോ ഇതിങ്ങനെ കണ്ടപ്പോൾ പിന്നെ ഞാൻ കട്ട് ചെയ്തില്ല. അങ്ങനെ ഞങ്ങൾ തന്നെ ചിക്കനൊക്കെ ചുടാനുള്ള പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് അടുപ്പിൽ ചിരട്ടൊക്കെ ചുട്ട് കനലൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. ശരിക്കും ഇങ്ങനെ ചുടുന്ന പരിപാടിയൊക്കെ അനിയനൊക്കെയാണ് ചെയ്യാറുള്ളത്. ഇതിനുള്ള ഹെൽപ്പൊക്കെ ഞാൻ ചെയ്തു കൊടുക്കുന്നല്ലാതെ ചുടാനൊന്നും ഞാൻ നിൽക്കാറില്ല. പക്ഷെ അവന് ട്രിപ്പുള്ള കാരണം പോയിട്ട് തിരിച്ചെത്തിയിട്ടില്ല. അപ്പോൾ അവന് ട്രിപ്പ് ഉണ്ടെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് അടുപ്പൊക്കെ ആദ്യം തന്നെ സെറ്റ് ചെയ്ത് തന്നിരുന്നത്. ഇങ്ങനെ ഇതുപോലുള്ള ഒരു നെറ്റിൻ്റെ ഉള്ളിൽ വെച്ച് അതിൽ കുടുക്കിയിട്ട് അതിൻ്റെ ഇങ്ങനെ കനലിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടാണ് ചിക്കൻ ചുടാറുള്ളത്. ഇങ്ങനെ വെച്ച് കൊടുത്തപ്പോൾ അതിനേക്കാൾ കൂടുതൽ വലിപ്പമായപ്പോൾ ഒരു കമ്പിയും കൂടെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ നന്നായിട്ട് പുകഞ്ഞപ്പോൾ അത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഫാനൊക്കെ ഫിറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. പ്ലഗിന് എത്തുന്ന രീതിയിൽ തന്നെ അടുപ്പും സെറ്റ് ചെയ്ത് തന്നിട്ടുള്ളത്. അപ്പോൾ ഫാന് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ടേബിൾ ഫാൻ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ സമയം ഇങ്ങനെ കനൽ നന്നായിട്ട് ചൂടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിർത്താതെ വീശി കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു ടേബിൾ ഫാനും കൂടെ വെച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇങ്ങനെ ആവുമ്പോൾ പിന്നെ നമ്മൾ ഈ വീശുന്ന പണി ലാഭം കിട്ടും. അപ്പോൾ ചിക്കൻ ഇതാ ഇങ്ങനെയാണ് ചുട്ടെടുക്കുന്നത്. ഇത് കാണാൻ വേണ്ടിയിട്ട് മക്കളൊക്കെ പലകൊക്കെ ഇട്ട് ഇരിക്കുന്നുണ്ട്. അവർക്ക് നല്ല ഇൻട്രസ്റ്റ് ഇങ്ങനെ ചിക്കൻ ചുടുന്ന പരിപാടിയൊക്കെ പറഞ്ഞപ്പോഴേ ഇങ്ങനെ ഇതിനൊക്കെ എല്ലാറ്റിനും ഹെൽപ്പ് ചെയ്യും. നമ്മളെക്കാൾ കൂടുതൽ ഹെൽപ്പിങ് അവരാണ് ശരിക്കും. അപ്പോൾ ഇതാ ഇവിടെ ഒരു സൈഡിൽ ചിരട്ട മുഴുവനായിട്ട് കത്തി കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ ബാലൻസ് ഉണ്ട് ചിരട്ടൻ്റെ. അപ്പോൾ ഞാൻ ഫാനിൻ്റെ കാറ്റ് ഓവറായപ്പോഴും അതൊന്ന് ഓഫ് ചെയ്തതാണ്.
അപ്പോഴേക്ക് ഇതാ നന്നായിട്ട് തീ കത്തിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഒന്ന് കെടുത്താൻ വേണ്ടിയിട്ട് പിന്നെ അത് കാറ്റ് ഇതുപോലെ ഇങ്ങനെ വീശി കൊടുക്കുക തന്നെ ചെയ്തത്. മോൾ ഇരിക്കാൻ വേണ്ടിയിട്ട് പലകൊക്കെ എടുത്തുകൊണ്ടു. ഞാൻ പിന്നെ ലാസ്റ്റ് അതിൻ്റെ മുകളിൽ നിന്ന് ചിക്കൻ എടുത്ത് പൊന്തിക്കുകയാണ് ചെയ്തത്. പിന്നെ അത് കെട്ടതിന് ശേഷം തീ കത്തി കഴിഞ്ഞ് കെട്ടതിന് ശേഷം ഞാൻ അതിൻ്റെ മുകളിൽ തന്നെ ചിക്കൻ വെച്ചു കൊടുത്ത്. പിന്നെ ദാ ചിരട്ടൊക്കെ കത്തലൊക്കെ കഴിഞ്ഞ് കനൽ മാത്രം ആയപ്പോഴേ ചിക്കൻ അതിൻ്റെ മുകളിൽ വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഇതുപോലെ ഒരു നെറ്റിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് ചിക്കന് ചുടുന്ന സമയത്ത് വെച്ച് കൊടുക്കുന്നത്. കടകളിൽ നിന്നൊക്കെ കിട്ടും. ഇനി ഇങ്ങനെ നെറ്റ് ഇല്ലെങ്കിൽ ഇതുപോലത്തെ നെറ്റ് മാത്രമായിട്ട് നമ്മളിങ്ങനെ ഇങ്ങനെ കൂടാളൊക്കെ ഉണ്ടാക്കുമ്പോഴുള്ളൊരു നെറ്റ് കിട്ടുമല്ലോ കടകളിൽ നിന്ന്. അതുപോലുള്ള നെറ്റ് ഉണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ അത് നല്ല വൃത്തിയുള്ളത് കേട്ടോ ഉണ്ടെങ്കിൽ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഇതുപോലെ ചിക്കൻ വെച്ചിട്ടും അങ്ങനെയും ചുട്ടെടുക്കാം. ശരിക്കും ഇങ്ങനെ ചിരട്ട കത്തുന്ന സമയത്ത് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാൻ പാടില്ല എന്നാണ് കേട്ടോ അവരൊക്കെ പറയല്. ഇങ്ങനെ കനലുള്ളപ്പോൾ അതിൻ്റെ മുകളിൽ ഇട്ടിട്ടാണ് ശരിക്ക് ചുട്ടെടുക്കുക. അങ്ങനെയാണെന്നൊക്കെ ഉള്ളത് എനിക്കറിയാം. പക്ഷെ ഞങ്ങൾ വീശി കൊടുക്കുന്നത് ഓവറായതും അതിൽ ആ ചിരട്ടൻ്റെ ഒരു പീസ് ബാലൻസും കൂടെ ഉള്ളപ്പോഴേ അത് കത്തി. പിന്നെ ഞാനെടുത്ത് ഇങ്ങനെ ആയതിൻ്റെ ശേഷമാണ് വെച്ച് കൊടുത്തത്. അപ്പോൾ മുഴുവനായിട്ട് ചിക്കൻ മസാല തേച്ച് മുഴുവനായിട്ട് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാനും പറ്റില്ല. അതാ ഞാൻ പറഞ്ഞല്ലോ ഫാനൊക്കെ ഇങ്ങനെ കൂടുതൽ വീശി കൊടുക്കാനുണ്ടാന്ന് കരുതിയിട്ട് ഫാന് വെച്ച് കൊടുത്താണ്. അപ്പോൾ അതിൻ്റെ കാറ്റും കൂടെ ഉള്ളതുകൊണ്ട് കനൽ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ ചിക്കൻ്റെ 2 ഭാഗവും നന്നായിട്ട് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ 2 ഭാഗവും തിരിച്ചും മറിച്ചെടുക്കുക അങ്ങനെ മാറ്റി വെച്ച് കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോഴാണ് 2 ഭാഗവും ഒരേപോലെ നന്നായിട്ട് വെന്ത് കിട്ടുക. ഇത് നിങ്ങൾക്കൊക്കെ എല്ലാവർക്കും അറിയുന്നത് തന്നെ ആയിരിക്കും. പക്ഷെ ഞാനിത് കാണിച്ചപ്പോൾ പിന്നെ ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ഇതാ ചിക്കനൊക്കെ നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതുപോലെ ഇനി ബാക്കിയുള്ളതും കൂടി ചുട്ടെടുക്കാം. 2 പീസ് മാത്രം ചുട്ടിട്ടുള്ളൂ. ഞാൻ ഇതൊന്ന് മാറ്റാൻ വേണ്ടിയിട്ട് കമ്പി തൊട്ട് നോക്കിയതാണ് ചൂടുണ്ടോ ഇല്ലേ എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഭാഗം ചൂടൊന്നുമില്ല. അപ്പോൾ അവിടെ പിടിച്ചിട്ട് തന്നെ അതിലേക്ക് ഇട്ട് കൊടുത്തതാണ്. പിന്നെ ഇത് ഫസ്റ്റ് പാർട്ട് തയ്യാറാക്കിയപ്പോഴേക്കും മറ്റുള്ള അത് അനിയനൊക്കെ വന്നിരുന്നു. പിന്നെ ബാക്കിയുള്ളത് അവരാണ് റെഡിയാക്കി എടുത്തത്. നന്നായിട്ട് പുറം ഭാഗമൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നോക്കിയപ്പോഴും ഉൾഭാഗമൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട് കേട്ടോ. പിന്നെ അങ്ങനെ ഇതാ ചപ്പാത്തിയും ചിക്കനൊക്കെ കൂട്ടി ഭക്ഷണം കഴിക്കൽ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഉപ്പ ചിക്കന് ഇതുപോലുള്ള സംഭവങ്ങളൊന്നും കഴിക്കൂല കേട്ടോ. ഉപ്പാക്ക് ചപ്പാത്തിക്ക് കടലക്കറിയും മീൻ പൊരിച്ചതൊക്കെയാണ്. ഞാൻ ഇത് എല്ലാം റെഡിയായി ഇവരെ ഭക്ഷണം കഴിക്കുന്ന സമയമാവോളൊന്നും വെയിറ്റ് ചെയ്തിട്ടില്ല. ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിൽ കറക്റ്റ് ടൈം കൂടുതലും കീപ്പ് ചെയ്യാറുണ്ട്. പിന്നെ മയോണൈസ് ഒന്നും ഇങ്ങനെ കഴിക്കാറില്ല. അതുപോലെ തന്നെ ചിക്കൻ ഇതുപോലെ ചെയ്തെടുത്ത ചിക്കൻ പൊരിച്ച ചിക്കനൊന്നും കൂടുതൽ കഴിക്കാറില്ല. അപ്പോൾ അതിൽ നിന്നൊരു ചെറിയ പീസ് എടുത്തതാണ്. പിന്നെ എൻ്റെ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ചെറുനാരങ്ങ പിഴിഞ്ഞ് സവാളൊക്കെ കൂട്ടിയിട്ട് എനിക്ക് ഇങ്ങനെ കഴിക്കാൻ നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഇതാ ഞാനിങ്ങനെ കഴിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ ഒരു ഈവനിങ് വ്ലോഗ് എന്ന് പറയുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇനിയും വ്ലോഗ്സ് ഇടണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ.